ചെറുപ്പത്തിൽ 25 വയസ്സിലാണെങ്കിൽ ഒരിക്കൽ ഒരു ശുക്ലവിസർജനം കഴിഞ്ഞാൽ ലിംഗം ചുരുങ്ങിപ്പോയി ചിലപ്പോൾ 5-10 മിനിറ്റിനകത്ത് അടുത്തത് വരുമായിരിക്കാം. പക്ഷേ നമ്മുടെ പ്രായം കൂടി വരുന്നതനുസരിച്ച് ആ ഒരു റിഫ്രാക്ടറി പീരീഡ് എന്ന് പറയും, അതായത് ഒരു ഇറക്ഷന് ശേഷം അടുത്ത ഇറക്ഷൻ വരാനുള്ള സമയം, അതിനാണ് റിഫ്രാക്ടറി പീരീഡ് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ഒരു റിഫ്രാക്ടറി പീരീഡ് അല്പം കൂടി വരാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ശുക്ലവിസർജനത്തിന് ശേഷം വീണ്ടും കുറച്ച് സമയം 15 മിനിറ്റോ അരമണിക്കൂറോ ഇത്തരം ലീലകൾ തുടർന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വീണ്ടും ഒരു ഇറക്ഷൻ കിട്ടാം, വീണ്ടും തൃപ്തികരമായി ബന്ധപ്പെടാൻ പറ്റും. അപ്പോൾ രണ്ടുപേർക്കും അതിൽ തൃപ്തി ഉണ്ടാവും. ഇനി അഥവാ നിങ്ങൾക്കങ്ങനെ കിട്ടിയില്ലാന്നിരുന്നാലും ഒരു പെനട്രേറ്റീവ് സെക്സിലൂടെ മാത്രമല്ല ഒരു സ്ത്രീക്ക് ഓർഗാസം കൊടുക്കാവുന്നത്. നമുക്ക് പല ആക്ടിവിറ്റീസിലൂടെയും അവർക്ക് ഒരു ഓർഗാസം രതിമൂർച്ച ഉണ്ടാക്കി കൊടുക്കാനായിട്ട് കഴിയും. അതിന് മറ്റ് കൃത്രിമ ഉപകരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും ഇറോജനസ് സോൺസാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ കയ്യോ നാക്കോ അല്ലെങ്കിൽ അവയവങ്ങളും മാത്രം മതി. ഒന്നുമല്ല, പലർക്കും ചിലപ്പോൾ സെക്സിനല്ല പല സ്ത്രീകളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കൽ, അവരെ ഒരു കരുതൽ, അവരെ ആശ്വസിപ്പിക്കൽ, അതിനൊക്കെയാണ്. അല്ലാതെ സെക്സിനോട് മാത്രമുള്ള ആസക്തി ആയിരിക്കില്ല പലർക്കും. അപ്പോൾ ആ സ്നേഹം പ്രകടിപ്പിക്കാനും അവരെ ലാളിക്കാനും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും.